വരുന്നില്ലേ? വളരെ പോരുള്ളൂ. സ്ക്രൂ തീരെ നീളമില്ല അല്ലേ? അത് പോക്കട്ടെ, വേറെ സ്ക്രൂ ഇടാം. ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ഒരു 18 മിനിറ്റുള്ള വീഡിയോ ആണ്. പക്ഷേ അടിപൊളി കുറേ സംഭവങ്ങളാണ് ഇതിനകത്തുള്ള. അടിപൊളി സംഭവങ്ങൾ, സ്പീക്കർ, ആംപ്ലിഫയർ, സിസ്റ്റർ, AVR എന്ന് വേണ്ട എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടൊരു സംഭവമാണ് ഇത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഈ വീഡിയോ ഒന്ന് കാണുക. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും വരത്തില്ല. അടിപൊളി വീഡിയോ, സൂപ്പറാണ്. നമുക്ക് തുടങ്ങാം. ആക്റ്റീവ് സബ്വൂഫറായിട്ട് വെച്ചിരുന്ന ഒരു ചെണ്ട, അത് നമുക്ക് എന്നാ പറയുന്നത്, കുറ്റിക്കകത്ത് ഫിറ്റ് ചെയ്തിരുന്നതാണ് ആക്റ്റീവ് സബ്വൂഫർ. അതിനെ നമ്മൾ മാറ്റി നമ്മുടെ ആംപ്ലിഫയറിൽ ഇത് വർക്ക് ചെയ്യുന്ന പോലെ ആക്കുകയാണ്. ഇത് അയൺ ചൂടാണോ? അയൺ ചൂടാക്കിയോ. വയർ എന്തായാലും നീളം വരണം. എത്ര? 5 മീറ്റർ വേണം. 5 മീറ്റർ, 5 അതുപോലെ. അത് വേണ്ട. 5 മീറ്റർ. ഈ നീളം അതഴിച്ചിട്ട് എത്ര മീറ്റർ അതുകൊണ്ടെന്ന് നോക്കിയിട്ട് ആ നീളത്തിലിട്ട് നിർത്തിക്കും. ഇതിലിടുന്ന സ്ക്രൂകളെല്ലാം കംപ്ലൈൻറ്റ്, തുരുമ്പായി കേൾക്കുന്നുണ്ട്. ഈ ചിപ്പുട്ടയിലോട്ട് കേൾക്കുന്ന സ്ക്രൂകൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈർപ്പം വന്നിട്ട് അല്ല തണുപ്പ് വന്നിട്ട് അത് തുരുമ്പടിച്ചു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ആ ഒട്ടും സമയമില്ല, ഒരു മാസം കഴിഞ്ഞ് വിളിക്കാൻ ഇടുന്നത്. സ്കൂട്ടിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇത് പറ്റാതെ. അതുകൊണ്ട് അതിനകത്തൊരു ലാഭവും നോക്കരുത്. നമുക്ക് ആ ജാസ് ടൈപ്പ് പിരിയുള്ള സ്ക്രൂകൾ കംപ്ലീറ്റ് മാറി പുതിയ പിടിപ്പിക്കണം. നിങ്ങൾ വിളിക്കാതെ വന്നല്ലേ? ഇതെന്നാ സാധനം? PG ആണോ? കൊറിയർ വന്നല്ലേ? 28, 27 ഇതൊരു സ്പീക്കറാണ്. NC കൊറിയർ വന്ന അഡ്വക്കേറ്റ് നന്ദകുമാർ. അതെടുത്ത് വെച്ചില്ലേ, സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ. എടാ, ഒരു തുള്ളി എയർ വരല്ലേ? സൈഡിട്ടല്ലേ അടയ്ക്കുന്നേ? പിന്നെ വയർ പുറത്തിട്ടോ? കുള കിട്ടിയോ? AC കോഡിൻ്റെ തുളയിൽ കൂടെ ഇട്ടാൽ മതി. അതിനകത്തൊരു ട്രാൻസ്ഫോമർ, ഒരു ബോർഡും വെച്ചിട്ടുണ്ടോ? വലിയ ബോർഡാണ്, ചെറിയ ബോർഡാണ്? കീറ്റ്സിങ്ങുള്ള പഴയ ടൈപ്പ് ട്രാൻസ്ഫോമർ. ഇനി എന്നാത്തിന് പറഞ്ഞൊന്നും പോകല്ലേ, വൃത്തിയായിട്ടല്ലേ ഇരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ വേണേൽ ഒരു ഗ്ലൂ ഇട്ടേരെ. എയർ വരെ തള്ളാതിരിക്കാൻ ആ സ്ക്രൂ.
ഇതേ ആൽക്കലൈൻ ഇടാം, അപ്പോൾ പിന്നെ എപ്പോഴും മാറേണ്ടി വരികയില്ല. ഒരു ബാറ്ററി ഞാൻ തേനിച്ച് ഇത് ഓണാവും നോക്കട്ടെ, ബാറ്ററി പോയതാണോ നോക്കട്ടെ. ഞാൻ കുഞ്ഞു ബാറ്ററി ആണെന്ന് പ്രതീക്ഷിച്ചാണ് തുറന്ന്. ചാർജ് ഉള്ളതാ എൻ്റെ ഫോനെ, എന്നെ പ്രാന്താക്കാതെ. ഇത് ചാർജ് ഇല്ലാത്തവരും നമ്മളിത് കേടായതാന്ന് പറയും. ഇത് കണ്ടോടാ, കാസിയോടെ കാൽക്കുലേറ്റർ കൊണ്ടുവന്ന് കാണിടാ. എടുത്തു. കാസിയോടെ കാൽക്കുലേറ്റർ എൻ്റെ ആകെ ഉണ്ട്, IC ഒക്കെ ഇങ്ങനെ താറിട്ട് ഒഴിച്ചിരിക്കുന്ന സയൻറ്റിഫിക് കാൽക്കുലേറ്ററാണ്. ഇത് 2 സ്പീക്കറെ കൊറിയർ അയച്ചു തന്ന എറണാകുളത്തുനിന്ന് ഒരു അഡ്വക്കേറ്റ് അയച്ചതാണ്. ഇത് ശരിയാക്കാൻ വേണ്ടി. സോണിയുടെ ആണെന്ന് തോന്നുന്നു, ഏത് കമ്പനിയുടെ ആണെന്ന് കോഡ് കണ്ടിട്ട് സോണിയുടെ പോലെ ഉണ്ട്. 4 ohms ആണ്, 4 ohmsൻ്റെ ഇത്. മോനെ ഇത് ഇതിൻ്റെ അഡ്രസ്സ് എല്ലാം അതിലുണ്ട്, പറിക്കാൻ നിൽക്കേണ്ട, അങ്ങോട്ട് വെച്ചേരെ. നമ്മൾ ഒരു സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ച് വെച്ചേരെ. നമ്മൾ ശരി. ഇനി അതും കൂടെ, അതാണ് ബോക്സ്. ഇത് ഞാൻ പറയാം, എഴുതി തരാം. സോണിയുടെ 32 ഇഞ്ച് പാനൽ മാറുക, IPS പാനൽ, കട്ടിയുള്ള പാനലാണ്. ഇത് പൊളിച്ച് കളഞ്ഞേക്കട്ടെ. പശയാണ് ഇരിക്കുന്നത്, തുടച്ച് കളയണേ കേട്ടോടാ. എടുത്തല്ലോ, പിക്ചർ എടുത്തു. ഇനി ഒരു ഷോർട്ടായിട്ട് എടുത്തു. അതിൻ്റെ തന്നെ അഡാപ്റ്ററാണോ? പേരുണ്ടോ? AC കോഡ് അതിൻ്റെ ആണോ? പിന്നെ എന്നാ ഉണ്ടായിരുന്നു അതിന്? കാലോ? അത് ഞാൻ മുറുക്കിയിട്ടുണ്ട്. അത് ഇളകി കിടന്നാൽ ഞാൻ മുറുക്കിയിട്ടുണ്ട്. വിളക്കില്ലല്ലോ, കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ അതിൻ്റെ തന്നെ അന്നെല്ലാം കൺഫേം ചെയ്തിട്ട് എടുക്കുക. ബില്ല് തരാം, ഉണ്ട്, അതിന് നമ്പർ പറഞ്ഞ്. സ്വിച്ച് ഓഫ് എന്നാണോ പറഞ്ഞത്? എന്നാ പറഞ്ഞേ? ടൈപ്പ് ആള് ഇവിടെ ഉണ്ടെന്ന്. സെറ്റ് ശരിയാക്കാൻ അയച്ചിട്ടിരിക്കുന്നത്. ഇത് കണ്ടല്ലോ, ഇത് പൈനിയറിൻ്റെ ഒരു അടിപൊളി സിസ്റ്റമാണ്. പൈനിയറിൻ്റെ ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇത് 2 ഊഫർ, ഒരു മിഡ് റേഞ്ച്, ഒരു ട്യൂട്ടറുള്ള ടവർ സ്പീക്കർ 2 സെറ്റ്,
പിന്നെ 2 സറൗണ്ട് ഉണ്ട്, പിന്നെ ഇതിൻ്റെ 2 സെൻട്രൽ സ്പീക്കറും ഉണ്ട്, പിന്നെ ഇതിൻ്റെ സബ്ബൂഫർ ഉണ്ടോ, 15 ഇഞ്ച് സബ്ബൂഫറാണ് അതിന് വെച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ആംപ്ലിഫയർ, പയനിയറിൻ്റെ. ഒത്തിരി പഴക്കമുള്ളതാണ്, എന്നാലും ഇപ്പോൾ ഇതിൻ്റെ ഒരു പവർ കേൾപ്പിക്കാം. ഇത് വോളിയം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ മ്യൂട്ട് ഇട്ട് വെച്ചിരിക്കുക. നൂർജഹാന്റെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കാണും. അതിനൊക്കെ നൂർജഹാൻ മറുപടിയും പറഞ്ഞു കാണും. എന്നാൽ ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് നൂർജഹാൻ ശരിയുത്തരമാണ് നൽകുന്നതെങ്കിൽ സിനിമയാണ് ഓടുന്നത്, കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് നിർത്തിയതാണ്. അപ്പോൾ കണ്ടല്ലോ, സെറ്റ് അടിപൊളി സെറ്റാണ്. അതിൻ്റെ സൗണ്ട് കേട്ടല്ലോ. നൂർജഹാൻ പ്രണയിച്ചിട്ടുണ്ടോ? ഇതാണോ 1 കോടി സമ്മാനം? ഇനി ഷോർട്ടായിട്ട് എടുത്തു. പറഞ്ഞോ നല്ല ചൂട് കഴിപ്പില്ല, ചൂടോടെ തിന്നു, ചായ പിന്നെ കുടിക്കാം. എന്നാലും വലിപ്പോടെ ചൂടോടെ നിന്നാലേ കൊള്ളൂ. കാണാൻ പോലും മേല. വെട്ടം പറഞ്ഞതില്ല, വെട്ടമില്ലാത്തോണ്ട് ഇതെല്ലാം കോഡ് വരെ ഇതിനകത്തല്ലേ? ആ പൊതിഞ്ഞതിന് ജിൻസി സബൂബറിന്റെ കോഡും കോഡും. അതെ അതെ, 3 എണ്ണം ഉണ്ട്. വീഡിയോ പിടിച്ചോ. സക്കർ ഹുസൈൻ സാറ് സംസാരിക്കുന്നു. എന്നാ സംസാരിക്കാൻ? സാറ് ഇവിടെ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്, അതെ, സ്ഥിരം വരുന്ന ആളാണ്. സാറിനാണ് ഈ 15 തെറ്റ്. വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതിരുന്നത് അതിനെ റെഡിയാക്കിയെടുത്താണ്. വരുമാനമാണോ? ഉണ്ട്. ഒരാള് 13 മോഡലുണ്ട്. മോനും വൈഫും ദുബായില്, അവളും ഹസ്ബൻഡും ലണ്ടനിൽ. ഇവിടെയാണ് കല്യാണം കഴിച്ചത്. +2 ആയിട്ടുണ്ട്. ഒരു വണ്ടിയൊന്നും ഇതുവരെ ഇടിച്ചില്ല അല്ലേ? ഇല്ല, മുന്നോട്ട് ഇടിച്ചില്ല. അല്ല, പിള്ളേർക്ക് കുറച്ചുകൂടെ കഴിവ് കൂടുതലാണ്. ഒരു ഇന്നോവ ഉണ്ടായിരുന്നു. ഒരു വിഷയം അത് ചോറ്റിന്റെ സൈഡില് കേബിളിന്റെ കുഴിയിൽ ചാടി. ഇപ്പൊ ഒന്നും പറ്റുന്നുണ്ട്, സാരമില്ല. എന്നാ ശരി സാറേ, ഓക്കെ.